ഗുഡ് മോർണിംഗ്. 1 മുതൽ തുടർച്ചയായ കുറച്ച് ഒറ്റസംഖ്യകളുടെ തുക 2500 ആയാൽ ആ ശ്രേണിയിലെ ഏറ്റവും വലിയ സംഖ്യ അത് നമുക്കെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് കുറേ ഒറ്റസംഖ്യകളുടെ തുക. അപ്പം ആ ഒറ്റസംഖ്യകളുടെ എണ്ണം നമുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്കറിയാം ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആണ്. n² ഈസ് ഈക്വൽ ടു 2500 ഇതാണ്. അപ്പോൾ കുറേ ഒറ്റസംഖ്യകളുടെ തുകയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ n² ഈസ് ഈക്വൽ ടു 2500. അപ്പം അതുകൂടെ n എന്ന് പറയുന്നത് √2500. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. അപ്പം നമുക്ക് 50 എന്ന് കിട്ടും. അപ്പം 50 ഒറ്റസംഖ്യകളുടെ തുകയാണ് 2500. അങ്ങനെയെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റസംഖ്യ, തുടർച്ചയായിട്ടുള്ള ഒറ്റസംഖ്യകൾ എഴുതി നമ്മൾ കൂട്ടുമ്പോൾ അതിൽ ഏറ്റവും വലിയ അവസാനത്തെ സംഖ്യ ഏതെന്നാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ 50 × 2. അപ്പോൾ ഈ 50നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ 50നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 100 കിട്ടും, -1 സംഭവത്തോടും 99. അപ്പം ആ 1 മുതൽ തുടർച്ചയായിട്ട് എഴുതുന്ന ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 2500 ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 99 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. താങ്ക് യു.